കൂലി ട്രെയിലർ അങ്ങനെ റിലീസായിക്കാണ്. കാത്ത് കാത്ത് നിന്ന് അങ്ങനെ അവസാനം കൂലി സിനിമയുടെ ട്രെയിലർ റിലീസായിക്കാണ്. ഈ 7 മണി എന്ന് പറയുന്ന ഒരു സമയം ആവുന്ന ആ ഒരു പോയിന്റ് വരെ ഓരോ മിനിറ്റ് കഴിയുന്തോറും 10 മിനിറ്റ്, 9 മിനിറ്റ്, 8 മിനിറ്റ്, 7 മിനിറ്റ് എന്നിങ്ങനെ ഞാൻ അങ്ങനെ നോക്കിയിരിക്കുകയായിരുന്നു എപ്പോഴാണ് ഈ ട്രെയിലർ റിലീസ് ആവുന്നത്. എന്റെ സംശയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ ട്രെയിലർ ഇറങ്ങാനായിട്ട് നേരം വൈകി കഴിഞ്ഞാൽ അത്ര നേരം കൂടി കാത്തിരിക്കണമല്ലോ എന്നൊരു കാര്യം ആലോചിച്ചായിരുന്നു. പക്ഷെ കറക്റ്റ് ടൈമായിരുന്നു, പരിപാടിക്കൊക്കെ കൃത്യമായിരുന്നു. ട്രെയിലർ അങ്ങനെ റിലീസായിക്കാണ്. ഞാൻ നിങ്ങളോട് ചോദിക്കുന്ന ആദ്യത്തെ ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ട്രെയിലർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടില്ല എന്ന് നിങ്ങൾ പറയില്ല. ഇതൊരു ആവറേജ് ആണോ അതോ ഒരു കിടിലൻ സാധനമാണോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളൊരു കാര്യം ഞാൻ ചോദിക്കുകയാണ്. എനിക്ക് പേഴ്സണലി തോന്നിയ കാര്യം എന്ന് പറയുന്നത്, എനിക്കിത് ലോകേഷ് കട്ടായിട്ട് പേഴ്സണലി അധികം ഫീൽ ചെയ്യുന്നില്ല എന്നുള്ളൊരു കാര്യമാണ്. നല്ലൊരു കട്ടാണ്, നല്ലൊരു ട്രെയിലറാണ്. അവർ ചെയ്തേക്കുന്ന പരിപാടിയും ആ ലൊക്കേഷനൊക്കെ കാണിച്ചിരിക്കുന്ന രീതിയും എല്ലാം അടിപൊളി തന്നെയാണെങ്കിലും നമ്മൾ ഇതുവരെ കണ്ടേക്കുന്ന ലോകേഷ് കനകരാജ് പടങ്ങളുടെ ഒരു ഇമ്പാക്ട് ശരിക്കും പറഞ്ഞ് എനിക്ക് ട്രെയിലറിനകത്ത് ആക്ച്വലി ഫീൽ ചെയ്തായിരുന്നില്ല. മേ ബി അത് ഈ ട്രെയിലർ ആയതുകൊണ്ടായിരിക്കാം. പക്ഷെ ഞാൻ ഇന്ന് പറയുന്നു, വിക്രം സിനിമയുടെ ട്രെയിലർ എന്ന് പറയുന്നത്, അത് ഇന്ന് കാണുന്ന സമയത്ത് കിട്ടുന്ന ഒരു ഗൂസ് ബംസ് എന്ന് പറയുന്നത് അത് വേറെ ലെവലാണ്. ഇന്ന് കാണുമ്പോഴും, അതായത് നിങ്ങൾ ഈ ട്രെയിലർ കണ്ടതിന് ശേഷം നിങ്ങൾ വിക്രത്തിന്റെ ട്രെയിലർ ഒന്ന് കണ്ടുനോക്കുക. ചെയ്തു വെച്ചേക്കുന്നതിന്റെ ആ ഒരു മ്യൂസിക് ആയിക്കോട്ടെ, കിട്ടുന്ന ഒരു ഇമ്പാക്ട് ആയിക്കോട്ടെ, അവിടെ ഒരു മിസ്റ്ററി കിടക്കുന്നതിന്റെ പരിപാടി ആയിക്കോട്ടെ, ഒക്കെ ഗംഭീരാണ്. സോ ആ ലെവൽ വെച്ച് നോക്കുമ്പോൾ എനിക്കത് അത്രയായിട്ട് ഫീൽ ചെയ്തില്ല. പക്ഷേ എനിവേസ് ഇറ്റ്സ് എ നൈസ് ട്രെയിലർ. നമുക്ക് എന്താ പറയുക, ലോകേഷിന്റെ പടം എന്നുള്ള രീതിക്ക് നോക്കുന്ന സമയത്ത് ഇറ്റ്സ് എ നൈസ് ട്രെയിലർ. എനിവേസ് ഈ ട്രെയിലറിനകത്ത് കുറേയധികം നിഗൂഢതകൾ കിടക്കുന്നുണ്ട്. കാരണം ഇതുവരെ ലോകേഷ് ട്രൈ ചെയ്യാത്തൊരു പരിപാടിക്കാണ് അതിനകത്ത് കൊണ്ടുവരുന്നത് എന്നുള്ളൊരു കാര്യം പറയുന്ന സമയത്തും, ഇതൊരു പക്ക എ റേറ്റഡ് സിനിമയാണ് എന്നുള്ളൊരു കാര്യം പറയുന്ന സമയത്തും, നോട്ട് ദ പോയിന്റ്, ഇതൊരു എ റേറ്റഡ് സിനിമയാണ്. അതായത് വളരെ വയലൻസ് ഉള്ള സിനിമയാണെന്നുള്ളൊരു കാര്യം സംശയം പറയാം. ഇതുവരെ വന്നേക്കുന്ന ലോകേഷിന്റെ എല്ലാ പടങ്ങളും ഗൺസും വെപ്പൺസും ഡ്രഗ്സ് ഇതൊക്കെ ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാ പടങ്ങൾക്ക് കിട്ടിയേക്കുന്ന യു-ബാർ സർട്ടിഫിക്കറ്റ് ആണ്. പക്ഷേ ഈ പടത്തിന് കിട്ടിയേക്കുന്ന ലോകേഷിന് ആദ്യമായിട്ടാണ് ഒരു എ സർട്ടിഫിക്കേഷൻ കിട്ടുന്നത്. സോ ബ്രൂട്ടാലിറ്റിയുടെ എക്സ്ട്രീം ഈ പടത്തിനകത്ത് ഉണ്ടെന്നൊരു കാര്യം എന്തായാലും ഉറപ്പായിട്ടുണ്ട്. എനിവേസ് ട്രെയിലറിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇന്നലെ തന്നെ ഈ സിനിമയുടെ ഒരു പോസ്റ്റ് പുറത്തു വന്നായിരുന്നു. ഇത് നല്ല ഇംപ്രസീവ് ആയിട്ടുള്ള സാധനം തന്നെയായിരുന്നു, ഒരു കിട്ടുള്ള സാധനം തന്നെയായിരുന്നു. ആൻഡ് ഇവിടെ നമുക്ക് ആദ്യം തന്നെ കാണാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, കിങ് പിൻ എന്ന് പറയുന്ന ഒരു കമ്പനി അതിനെ ബേസ് ചെയ്ത് നിൽക്കുന്ന ഒരു സംഭവമൊക്കെയാണ് ഇവിടെ കാണാൻ പറ്റുന്നത് അല്ലേ. ഈ കിങ് പിൻ എന്ന് പറയുന്ന ഒരു സംഭവം നമുക്ക് ഇതിന്റെ ഈ കൂലി സിനിമയുടെ ഒരുപാട് ഷോട്ടുകളിൽ, ആക്ച്വലി മോണിക്ക സോങ്ങിനകത്തടക്കം സൗബിനെ റിവീൽ ചെയ്യുന്ന ഷോട്ടിനകത്തൊക്കെ നമുക്ക് ഈ കിങ് പിന്റെ റെഫറൻസ് കാണാൻ സാധിക്കാറുണ്ട്. സോ കിങ് പിൻ എന്ന് പറയുന്നത് ഒരു കണ്ടെയ്നർ ആണ്, അല്ലെങ്കിൽ ഒരു ഷിപ്മെന്റ് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. സോ ഈ കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന ഒരു സംഭവമാണ്. ലോകേഷിന്റെ എല്ലാ LCU സിനിമകളിലും പറയുന്ന പോലെ തന്നെ ഫസ്റ്റ് ഷോട്ട് എന്ന് പറയുന്ന ലൊക്കേഷൻ എടുത്ത് കാണിക്കുന്ന ഒരു പരിപാടിയാണ്. അതുപോലെ തന്നെയാണ് ഇതിനകത്ത് കൊണ്ടുവന്നേക്കുന്നത്. ഫസ്റ്റ് ഷോട്ട് ഗംഭീരമായിട്ടുണ്ട്. അടുത്ത ഷോട്ട് നമ്മൾ നോക്കി കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ സാധിക്കുന്ന ഒരു സെമിട്രിയാണ്. സെമിട്രി എന്ന് പറയുകയാണെങ്കിൽ ഒരു സെമിസ്റ്റേരിയാണ് കാണാൻ സാധിക്കുന്നത്. അവിടെ ആരൊക്കെയോ അടക്കിയേക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. കുറേയധികം ആൾക്കാരുടെ ഡെഡ് ബോഡികൾ ഇവര് ആരും അറിയാതെ കൊന്ന് അവർ കുഴിച്ചു മൂടുന്നതായിട്ട് നമുക്ക് ഈ ഒരു ട്രെയിലറിലൂടെ പറഞ്ഞു പോകുന്നതായിട്ട് കേൾക്കാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് നാഗാർജുനനെയാണ്. ഒരാൾ ജനിക്കുന്ന സമയത്ത് തന്നെ അവരുടെ മരണം കൂടി എഴുതപ്പെട്ടിട്ടുണ്ടെന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. സൗബിന്റെ ഷോട്ട് കാണുന്ന സമയത്ത് എനിക്ക് തോന്നിയ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സൗബിൻ എന്ന് പറയുന്നത് ഈ കൂട്ടം ആൾക്കാരെല്ലാം ലീഡ് ചെയ്യുന്ന ഒരാളാണ്. ബേസിക്കലി ഇദ്ദേഹത്തിന്റെ കയ്യിലുള്ള വാച്ചും മറ്റുള്ള റെഫറൻസുകൾ കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഈ വാച്ച് യൂസ് ചെയ്തുകൊണ്ടാണ് ഇവിടെ ഇദ്ദേഹം ഒരു സ്റ്റോപ്പ് വാച്ച് പോലെ അവിടെയുള്ള ആൾക്കാരുടെ ടൈമും മറ്റൊക്കെ സെറ്റ് ചെയ്തുകൊണ്ട് അവിടെയുള്ള കാര്യങ്ങൾ, അവിടെയുള്ള ആക്ടിവിറ്റീസുകൾ മറ്റൊക്കെ നടത്തുന്നത്. സോ കിങ് പിൻ എന്ന് പറയുന്ന കമ്പനിക്ക് വേണ്ടിയിട്ട് ജോലി ചെയ്യുന്ന ഒരാളായിരിക്കും ഒരു പക്ഷേ സൗബിന്റെ കഥാപാത്രം എന്ന് പറയുന്നത്. ആ കിങ് പിൻ എന്ന് പറയുന്ന കമ്പനിയുടെ ഏറ്റവും മുകളിൽ നിൽക്കുന്ന ഒരു കഥാപാത്രമായിരിക്കും ഒരു പക്ഷേ നാഗാർജുനയുടെ കഥാപാത്രം എന്ന് പറയുന്നത്. സോ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇനിയുള്ള സംഭവം എന്ന് പറയുന്നത് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു മിസ്റ്ററി തന്നെയാണ്. അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിലിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പിന്നീട് പറയാം. കാരണം ആ ഒരു ഏരിയ എന്ന് പറയുന്നത് ഈ സിനിമയുടെ വലിയൊരു സർപ്രൈസ് കിടക്കുന്ന ഒരു സാധനമാണ്. സൗബിൻ ഇവിടെ കയറി വരുന്ന ഒരു ഷോട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ ഒരുപാട് 4400ഓളം വരുന്ന ടീം, അതായത് ഇദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുന്ന വർക്കേഴ്സ് ഇവിടെ നിൽക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. സോ ഇതിൽ നിന്ന് ഒരു കൂലിനെയാണ് ഇദ്ദേഹം തേടുന്നത്, ഒരു കൂലിനെയാണ് ഇദ്ദേഹത്തിന് ആവശ്യം എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. സോ ആ കൂലി എന്ന് പറയുന്ന ഒരു പക്ഷേ രജനീകാന്ത് കഥാപാത്രമായിരിക്കാം. ഇവിടെ കാണിക്കുന്ന പവർ ഹൗസിന്റെ ഷോട്ടുകളെല്ലാം കാണിക്കുന്ന സമയത്ത് ഓരോ പ്രാവശ്യം ഈ പവർ ഹൗസിന്റെ ആ ഒരു കീറ് പിടിച്ച് ഇങ്ങനെ പൊക്കുന്ന സമയത്തൊക്കെ അവിടെ ട്രാൻസ്ഫോമർ പൊട്ടിത്തെറിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അതിനുശേഷമുള്ളൊരു നോട്ട് നമ്മൾ നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരാളെ ഒരു കസേരമ ഇരുത്തിക്കൊണ്ട് അദ്ദേഹത്തിന്റെ ദേഹത്തോട്ട് ഷോക്ക് അടിപ്പിക്കുന്ന പോലത്തെ ഒരു സംഭവം, അതുപോലെ തന്നെ വിഷം പോലൊരു ടോക്സിക് ആയിട്ടുള്ള ഒരു സംഭവം കുത്തിവെക്കുന്ന ഷോട്ടുകൾ മറ്റൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയാനായിട്ടുണ്ട്. എനിവേസ് ഇവിടെ നമുക്ക് രണ്ട് പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളെ ഇവിടെ റിവീൽ ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഒന്ന് നാഗാർജുനയുടെ കഥാപാത്രമാണ്. പിന്നെ ഇവിടെ കാണിക്കുന്നത് അമീർ ഖാനെയാണ്. അമീർ ഖാന്റെ ഈ ഷോട്ട് എന്ന് പറയുന്നത്, എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് പറയുന്നത്, ഇതുവരെ വന്നേക്കുന്ന ഈ സിനിമയുടെ ഷോട്ടുകളിൽ അമീർ ഖാനിന് ഈ ഒരു സീൻ മാത്രമായിരിക്കും ഉണ്ടാവുക എന്നുള്ളൊരു കാര്യം എനിക്ക് തോന്നുന്നത്. നാഗാർജുനയുടെ കഥാപാത്രം എന്ന് പറയുന്നത് ഇതിന് ഷിപ്പ് ഉള്ളതായിട്ട് കാണിക്കുന്നുണ്ട്, ഇതിന് സ്വന്തമായിട്ട് ഫ്ലൈറ്റ് ഉള്ളതായിട്ട് കാണിക്കുന്നുണ്ട്. സോ ഹീസ് അൾട്രാ റിച്ച്. അതായത് അൾട്രാ റിച്ച് എന്ന് പറയുന്ന സമയത്ത് ഒരു പോർട്ട് തന്നെ, ആ പോർട്ടിനെ തന്നെ ഒരു ഉടമയായിട്ട് നിൽക്കുന്ന ഒരു കഥാപാത്രമാണ് ഇത് എന്നുള്ളൊരു കാര്യം നമുക്ക് ഉറപ്പിക്കാം. ഈ പോർട്ടിലൂടെ
ഒരുപാട് ഇല്ലീഗൽ ആയിട്ടുള്ള സാധനങ്ങൾ കടത്തുന്നുണ്ട് എന്നുള്ള രീതിക്ക് തന്നെയാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. സോ ഗോൾഡ് ആയിരിക്കുമോ ആ കാര്യം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുവരെ വന്നേക്കുന്ന അപ്ഡേറ്റ്സുകൾ അനുസരിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗോൾഡ് തന്നെയാണ് ഇദ്ദേഹം സ്വർണ്ണക്കടത്താണ് ഈ ഒരു പോർട്ടിലൂടെ നടത്തുന്നത് എന്നുള്ളൊരു കാര്യം നമുക്ക് പറയാൻ പറ്റും. പക്ഷെ ബിയോണ്ട് ഈ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളുടെ അപ്പുറത്തോട്ട് ഇത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കുന്ന കാര്യമാണ്. ആൻഡ് ഈ ഷോട്ട് കുറച്ച് നാൾ മുമ്പേ തന്നെ റിവീൽ ആയിരുന്നു. നമുക്കറിയാവുന്ന ഒരു ലീക്ഡ് ഇമേജ് വന്നേക്കുന്ന സമയത്ത്, ഒരു വീഡിയോ വന്നേക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ഇതിനെ കുറിച്ച് പറഞ്ഞായിരുന്നു. ആൻഡ് ഈ തലടിച്ച് പൊളിക്കുന്ന ആ ഒരു സീൻ നമുക്ക് ഇവിടെ കൃത്യമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ലോകേഷ് അന്ന് പറഞ്ഞനുസരിച്ച് ഈ ഷോട്ടെല്ലാം മാറ്റും എന്നുള്ളൊരു കാര്യം പറഞ്ഞായിരുന്നു. പക്ഷേ ആ ഷോട്ട് മാറ്റിയിട്ടില്ല. ആ ഷോട്ട് അങ്ങനെ തന്നെ അവർ യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു പാസ്റ്റ് സീനാണ്. പാസ്റ്റ് സീൻ എന്ന് പറയുന്ന സമയത്ത് ഒരു കാര്യം നമുക്ക് എന്തായാലും ഉറപ്പിച്ച് പറയാം. ഇതിനകത്ത് വരുന്ന ഉപേന്ദ്രയുടെ കഥാപാത്രം എന്ന് പറയുന്നത് ഒരു കാലത്ത് മഹാരാഷ്ട്രയില് വലിയ കൂലികളായിട്ട്, അതായത് ഗാങ്സ്റ്റർ ആൻഡ് കൂലിയായിട്ട് ജോലി ചെയ്തിരുന്ന ആൾക്കാരായിരുന്നു എന്നൊരു കാര്യം പറയാൻ പറ്റും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഉപേന്ദ്രയുടെ ഈ കഥാപാത്രം ഇവിടെ ഈ ഒരു ഷോട്ട് ചെയ്തേക്കുന്ന സമയത്ത് നമ്മൾ ഇവിടെയുള്ള ഒരു ബസ്സിന്റെ നമ്പർ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് MH എന്ന് പറയുന്ന ഒരു രജിസ്ട്രേഷൻ ആണ് കാണാൻ സാധിക്കുന്നത്. ആൻഡ് ഹിന്ദി ബോർഡുകളും മറ്റൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. സോ അദ്ദേഹം എന്ന് പറയുന്നത് MH മഹാരാഷ്ട്രയിൽ ജോലി ചെയ്യുന്ന ഒരു കഥാപാത്രമാണ് എന്നുള്ളൊരു കാര്യത്തിന് നമുക്ക് മനസ്സിലാക്കാൻ വരുന്നത്. സോ പാസ്റ്റില് ഇദ്ദേഹം രജനീകാന്ത് തമ്മിൽ, അതായത് ദേവ എന്ന് പറയുന്ന കഥാപാത്രം തമ്മിലൊരു ബന്ധം ഉണ്ടാവും. ഇവര് ഒരു കാലഘട്ടത്തിന് ശേഷം 10-30 വർഷത്തോളം ഹിഡൻ ആയിട്ട് ജീവിക്കുന്ന ഒരു കഥാപാത്രങ്ങളായിട്ടായിരിക്കും ജീവിക്കുക. കാരണം ഒരു കാലത്ത് ഗ്യാങ്സ്റ്റർ ആയിരുന്ന ആൾക്കാരെ പിന്നീട് 30 വർഷമായിട്ട് കാണുന്നില്ല എന്നുള്ളൊരു കാര്യം ഈ ഒരു ട്രെയിലറിനകത്ത് കൃത്യമായിട്ട് പറഞ്ഞു പോകുന്നുണ്ട്. സോ 30 വർഷത്തിന് ശേഷം ഒരു പ്രത്യേക ഒരു ഇവന്റ് ഉണ്ടാകുന്ന സമയത്ത്, ഒരു പ്രത്യേക ഒരു കാരണം ഉണ്ടാകുന്ന സമയത്ത് തിരിച്ച് റിട്ടാലിയേഷൻ ചെയ്യുന്ന ഒരു കഥാപാത്രമായിട്ടാണ് ഈ സിനിമയിൽ ദേവയുടെ ഒരു കഥാപാത്രം വരാൻ പോകുന്നത് എന്നുള്ളൊരു കാര്യം വളരെ വ്യക്തമാണ്. പക്ഷേ നമുക്കിതിനകത്ത് ഇപ്പോഴും മാറി നിൽക്കുക, ഇപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ട ഒരു മിസ്റ്ററി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് സത്യരാജിന്റെ കഥാപാത്രമാണ്. ഇദ്ദേഹം പവർ ഹൗസിൽ ജോലി ചെയ്യുന്ന ഒരു കാര്യം ഇപ്പൊ ഏതാണ്ട് ഉറപ്പായിട്ടുണ്ട്. പക്ഷേ ഈ കഥാപാത്രം ശ്രുതി ഹാസനും അതുപോലെ തന്നെ ഇവരിടയിൽ നടക്കുന്ന ഒരു മിസ്റ്ററി ഉണ്ട്. കാരണം ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ഡെഡ് ബോഡികളെ കൊണ്ടുപോകുന്നതായിരുന്നു കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ ഒരുപാട് ടോക്സിൻസുകൾ കുത്തിവെക്കുന്നതായിരുന്നു കാണാൻ സാധിക്കുന്നുണ്ട്. സോ ഈ ഷോട്ടുകളെല്ലാം എന്താണ് റെഫർ ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്താണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ പറയാനായിട്ടുണ്ട്. കാരണം ഈ കഥ എന്ന് പറയുന്നത് ഇതുവരെ ഈ വന്നേക്കുന്ന ട്രെയിലറുകളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ കഥ നടക്കുന്ന ലൊക്കേഷൻ, ഇവിടെ വരുന്ന കഥാപാത്രങ്ങളും അവരെ പല പല ഷോട്ടുകളിൽ നിന്നായിട്ട് എടുത്ത് കാണിച്ചിരിക്കുന്ന ഒരു സംഭവമായിട്ടാണ് കാണിച്ചേക്കുന്നത്. അതായത് ഒരു പ്യുവർ ഐഡിയ കിട്ടാത്ത തരത്തില്, പെട്ടെന്നൊന്നും അങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റാത്ത തരത്തിൽ തന്നെയാണ് ശരിക്കും ഈ ഒരു ട്രെയിലർ സെറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളൊരു കാര്യം പറയാൻ പറ്റും. പക്ഷേ ദേവ ഈ തിരിച്ച് റിട്ടാലിയേഷൻ ചെയ്യുന്നതിന്റെ ഒക്കെ റീസൺ എന്ന് പറയുന്നത്, എന്തുകൊണ്ടാണ് ഇദ്ദേഹം അങ്ങനെ തിരിച്ചടിക്കുന്നത് എന്നുള്ളതിന്റെ കാരണങ്ങളെല്ലാം വെച്ചുകൊണ്ടുള്ള ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ഡീകോഡിംഗ് വീഡിയോ ആസ് യൂഷ്വൽ ഞാൻ ഇപ്പോൾ പറയുന്ന പോലെ തന്നെ ഇതിപ്പോൾ ആക്ച്വലി ഒരു അരമണിക്കൂറായിട്ടുള്ള നമ്മൾ ഈ ഒരു ട്രെയിലർ കണ്ടിട്ട് പല സമയങ്ങളും നമ്മൾ കാണുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഐഡിയകളെല്ലാം കൂടി വെച്ചുകൊണ്ടുള്ള ഒരു ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ എന്തായാലും നമ്മൾ ചെയ്യുന്നതായിരിക്കും. എനിവേസ് എനിക്ക് തോന്നിയൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതുവരെ വന്നേക്കുന്ന ലോകേഷ് കനകരാജിന്റെ ട്രെയിലറുകളിൽ ഈ ട്രെയിലർ എന്ന് പറയുന്ന ഒരു ഡിഫറെന്റ് മൂഡിലാണ് ഇവർ സെറ്റ് ചെയ്തേക്കുന്നത്. ആൻഡ് നോട്ട് അപ് ടു ദ മാർക്ക് എന്നുള്ളൊരു കാര്യം പറയാൻ പറ്റും. ലോകേഷ് ഇതുവരെ ചെയ്തേക്കുന്ന സിനിമകളുടെ ലെവൽ വെച്ച് നോക്കുന്ന സമയത്തോ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഈ പ്രൈവറ്റ് ടെക്നീഷ്യൻസും ആ സിനിമയുടെ ബഡ്ജറ്റ് മറ്റൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു കൈൻഡ് ഓഫ് ഒരു ലെവൽ ട്രെയിലർ അല്ല. ആക്ച്വലി ഒരു മ്യൂസിക് ആണെങ്കിലും എനിക്ക് അത്രയും കണ്ട് കണക്ട് ആയിട്ട് തോന്നിയില്ല. മേ ബി ഒരുപാട് വട്ടം കേൾക്കുന്നതോറും അത് ബെറ്റർ ആയിട്ട് തോന്നിയേക്കാം. സ്റ്റിൽ ഞാൻ ഇപ്പോഴും പറയുന്നു, നിങ്ങൾ വിക്രത്തിന്റെ ട്രെയിലറിന് ശേഷം ഒന്ന് കണ്ടുനോക്കി കഴിഞ്ഞാൽ എന്താണ് അതിന് തമ്മിലുള്ള ഒരു വേരിയേഷൻ, ആ ഒരു റേഞ്ചിന്റെ വ്യത്യാസം എന്നുള്ളൊരു കാര്യം പറയാൻ പറ്റും. ട്രെയിലർ ഒരിക്കലും മോശം എന്നുള്ളൊരു കാര്യമല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഇതിനും മികച്ചൊരു സാധനം തന്നെയാണ് ഇദ്ദേഹത്തിന്റെ ആദ്യ സിനിമകളിൽ ചെയ്തേക്കുന്നത് എന്നൊരു കാര്യം തന്നെയാണ് എനിക്ക് തോന്നിയത്. എനിവേസ് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അടുത്ത വീഡിയോയിലൂടെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് തന്നെയായിരിക്കും. എന്താണ് ഇവിടെ കാണിച്ചു പോകുന്ന മിസ്റ്ററി എന്നുള്ള കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ടുള്ള ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള സംഭവം എന്തായാലും നമ്മൾ ഡീകോഡ് ചെയ്യുന്നതായിരിക്കും. എന്താണ് നിങ്ങളുടെ അഭിപ്രായം, ട്രെയിലറിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളൊരു കാര്യം ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്. ആൻഡ് ബിഫോർ ദാറ്റ് ഞാൻ ഒരു കാര്യം കൂടി ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്. ഈ സിനിമയുടെ ഈ ട്രെയിലറിന്റെ അവസാന ഭാഗത്ത് കാണിച്ചേക്കുന്ന ഈ ഷോട്ട് എന്ന് പറയുന്നത് ഇതിന്റെ റെലവൻസ് എന്താണ് എന്നുള്ളൊരു കാര്യം നിങ്ങളോട് ചോദിക്കുകയാണ്. എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ എന്നുള്ളൊരു കാര്യം താഴെ ഒന്ന് കമന്റ് ചെയ്യുക. അടുത്ത വീഡിയോ ഡീകോഡിങ്ങിലൂടെ നമ്മൾ ഡീറ്റെയിൽ ഡീകോഡിങ്ങിലൂടെ നമ്മൾ ഈ കാര്യങ്ങളെല്ലാം നമ്മൾ വളരെ വ്യക്തമായിട്ട് പറയുന്നതായിരിക്കും. സോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളൊരു കാര്യം താഴെ ഒന്ന് കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, വീഡിയോ മാക്സിമം പേയിലോ ഷെയർ ചെയ്യുക. ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിച്ചേക്കുക. തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി അമർത്തുകയാണെന്നുണ്ടെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന വീഡിയോയുടെ അപ്ഡേറ്റുകളെല്ലാം നമ്മൾ കൂടെ ലഭിക്കുന്നതായിരിക്കും. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ ഇറ്റ്സ് ബീൻ ടു ഡാൻസ് സൈനിങ് ഔട്ട്.